നമ്മുടെ അസോസിയേഷന്റെ ചരിത്രത്തിലെ ബെസ്റ്റ് ഓണാഘോഷമായിരിക്കും. അതെ. പിന്നെ താർക്കല്ലേ പിന്നെ വന്നല്ലോ മുറ്റത്ത് മാവേലി പൂവേ പൂവേ പുലി പൂവേ പൂക്കളമിട്ടല്ലോ ഓണസദ്യ കേട്ടണ്ടേ പായസം കൊച്ചണ്ടേ പായസം കുച്ചിട്ട് ഊഞ്ഞാലിലടണ്ടേ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ മാവേലി വന്നേ മാവേലി പോണേ. ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കാഞ്ചിൻ്റെ ഓണത്തിന് പോവാണ്. പതിവിലും കൂടുതൽ ഒരുങ്ങിയിരിക്കുന്നത് തിരുവാതിരക്കളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ന്യൂജേഴ്സിയിൽ തന്നെ ഒരു ഹൈസ്കൂളിലാണ് നമ്മുടെ ഈ കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ ഓണാഘോഷം നടക്കുന്നത്. അപ്പോൾ അകത്ത് പോയി അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നതിന് മുന്നേ തലേ ദിവസത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ നോക്കാം. തലേ ദിവസത്തെ ഒരുക്കങ്ങൾ മാത്രമേ വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ എങ്കിലും ഈ കാഞ്ച് ഓണം പരിപാടി ഇത്രയും സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരാണ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ബൈജു ചേട്ടനും ടീമും. അപ്പോൾ തലേ ദിവസം വാഴല കൊണ്ടുവന്ന് വൃത്തിയാക്കലും മുതൽ പൂക്കളം ഇടലും അതുപോലെ ഡാൻസ് പ്രാക്ടീസും സദ്യയുടെ ഒരുക്കങ്ങളും അതേപോലെ തന്നെ ബാക്കി സ്റ്റേജിൻ്റെ പരിപാടികൾ ഹോൾ ഡെക്കറേഷനും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ അസോസിയേഷനിലെ മെമ്പേഴ്സും വോളണ്ടിയേഴ്സും എല്ലാവരും കൂടിയിട്ട് നല്ല പോലെ ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ കാഞ്ചോണം എല്ലാവരും അടിപൊളിയായി തകർത്ത് ആഘോഷിച്ചു. ഇത് അകത്ത് കയറിയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താലമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വിക്കിക്കോട്ടനും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ഒരുപാട് മലയാളീസ് ഉണ്ട്. എല്ലാവരും മലയാളീസ് തന്നെയാണ്. ചുറ്റും മലയാളം കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷം. നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. ഇത് നമ്മൾ കയറിയ ഉടനെ നമ്മളെ ചന്ദനമൊക്കെ ഇട്ടിട്ടാണ് വെൽക്കം ചെയ്തത്. പിന്നെ ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളം ഇട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും ഭയങ്കര നല്ല രസമുള്ള ഒരു പൂക്കളമായിരുന്നു. നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുൻപിൽ നിന്നിട്ട് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. ഇവിടെ കാണുന്ന നീല കളറുള്ള എല്ലാവരും തിരുവാതിരക്കളിക്കുള്ളവരാണ്. പിന്നെ സൈഡിലായിട്ട് ഒരുപാട് വെൻഡേഴ്സൊക്കെ വന്ന് അവരുടെ സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാം. പിന്നെ സൈഡിലായിട്ട് ഒരു കുഞ്ഞു തട്ടുകടയും കൂടി ഇട്ടിട്ടുണ്ട്. തട്ടുകടയിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും മാങ്ങ ഉപ്പിലിട്ടതും അതുപോലെ നാരങ്ങ മിഠായി, കടല മിഠായി, ഹൽവയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പതിവ് പോലെ മാങ്ങ ഉപ്പിലിട്ടത് വാങ്ങിച്ച് കഴിച്ചു. മാങ്ങ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പം സൈഡിൽ കരിമ്പിൻ്റെ ജ്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിക്കി കരിമ്പിൻ്റെ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളത് സദ്യയുടെ ക്യൂവിൽ നിൽക്കുമായിരുന്നു. നല്ല ഫ്രഷ് വാഴയിലയിൽ സദ്യ കഴിക്കുക എന്നുള്ളത് കൂടെയാണ് ഇവിടെ വരുന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. കുത്തരി ചോറായിരിക്കും എന്ന് വിചാരിച്ചു. നമ്മൾ ലാസ്റ്റ് ടൈം കാഞ്ചിൻ്റെ സദ്യ കഴിക്കാനൊക്കെ വന്നപ്പം നല്ല കുത്തരി ചോറുണ്ടായിരുന്നു. അപ്പം അതില്ല, എന്നാലും നല്ല പരിപ്പും അതുപോലെ സാമ്പാറും ഒക്കെ. സാമ്പാർ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അവിയലും എരിശ്ശേരിയും തോരനും അതുപോലെ മെഴുക്കുവരട്ടിയും ഓലനും പച്ചടിയും കിച്ചടിയും ഒക്കെ ഉണ്ടായിരുന്നു. ചോറിൽ നറുനെയ്യൊരു തുള്ളി ഒഴിച്ച് നന്നായി വെന്ത പരിപ്പും കൂട്ടി ഓണസദ്യ വിളമ്പ് ഓണസദ്യ വിളമ്പ്. പിന്നെ പപ്പടവും പഴവും ചിപ്സും അതുപോലെ ശർക്കര വരട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം വിക്കി ഞാനും മാത്രമാണ് ഇപ്പം ആദ്യം കയറിയത്. ഏട്ടനും ചാനൂട്ടിയൊക്കെ പുറകെ വരുന്നതേ ഉള്ളൂ. പിന്നെ പായസം വേറെ സൈഡിലാണ്. അത് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം സദ്യയൊക്കെ തീർന്നതിന് ശേഷം ലാസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സൈഡിൽ ഇവിടെ പാട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അനുവും ഫാമിലിയും കൂടിയിട്ടുണ്ട്. അവരും സദ്യയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം തിരുവാതിരക്കളിയുടെ ഇപ്പം കുറച്ച് ഫോട്ടോഷൂട്ടുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ പൂക്കളത്തിൻ്റെ മുന്നിൽ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ തിരുവാതിരക്കളി കളിക്കുന്ന എല്ലാവരും കൂടിയിട്ട് ഒരു ഫോട്ടോ കൂടെ എടുക്കുകയാണ്. പിന്നെ തിരുവാതിരക്കളിയുടെ കൊറിയോഗ്രാഫിയൊക്കെ ചെയ്തിരിക്കുന്നത് മാലിനി മാമാണ്. ഇവിടെ ഫ്ലാഷ് മോബും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തവണ വീഡിയോസൊക്കെ ഓൾമോസ്റ്റ് എടുത്തിരിക്കുന്നത് ഏട്ടനാണ്.
ജാനൂട്ടിനെ വെച്ചിട്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എടുക്കാൻ, എന്നാലും എല്ലാം കഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ചെണ്ടമേളമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അമേരിക്കയിലോട്ട് ദേ മഹാബലി എത്തിയിരിക്കുകയാണ്. കുതിരവണ്ടിയിലാണ് വരുന്നത്. അപ്പം പുറത്ത് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ വെളിയിൽ വന്നിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. മഹാബലി വരുന്ന വീഡിയോ കാഞ്ച് ഫാമിലിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ മഹാബലിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരുവാതിരക്കളിക്ക് ഉള്ള എല്ലാവരുമാണ് താലമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് തിരുവാതിരക്കളി കളിക്കാൻ പോകുന്നത്. തിരുവാതിരക്കളിയുടെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇട്ട് കഴിയുമ്പം കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് കുറച്ചായിട്ട് ഇവിടെ ജസ്റ്റ് ഇട്ടിട്ടുള്ളൂ ഈ വീഡിയോയിൽ. ഈ ഓണം നമ്മുടെ നോർത്ത് അമേരിക്കയുടെ അവസാനത്തെ ഓണാഘോഷമാണ്. ഇത്രയും ജനങ്ങൾ ഒന്നിച്ചു കൂടി ആഘോഷിക്കുന്നത് ഏറ്റവും നല്ല ഓണം ഇത് തന്നെയാണ്. കാരണം ഇത്രയും ജനങ്ങളോട് കൂടി ഇതുവരെ ഒരു ഓണം പരിപാടിയിലും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അപ്പോൾ അവിടെ സ്റ്റേജിൽ പിന്നെ ഇനി പ്രോഗ്രാംസ് ഒക്കെ നടക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ മാവേലിയായിട്ട് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു. ജാനൂട്ടി ഇങ്ങനെ മാവേലിനെ കണ്ട് നോക്കിക്കൊണ്ടിരിക്കുക, അതെന്താ ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാവരുടെയൊക്കെ ഇങ്ങനെ ഇരുന്ന ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഇവിടെ പായസം കോമ്പറ്റീഷനും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും എല്ലാം കാലിയായിട്ട് കിടക്കുമായിരുന്നു.
പിന്നെ ടീ ടൈം ആയപ്പോഴത്തേക്കും ഇവിടെ സമോസ, കട്ട്ലറ്റ്, അതുപോലെ പഴംപൊരി, വട ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ വേറെ സ്റ്റോൾ ഇട്ടതാണ്. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലിൽ മാത്രം ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇപ്പം കാലിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം അതിനകത്ത് ഇരിക്കുകയാണ്. എന്ത് ഭംഗിയായിട്ടല്ല ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഊഞ്ഞാലൊക്കെ. ഇവിടെ പിന്നെ അമേരിക്കയിൽ ഇതുപോലത്തെ ഒരു ഊഞ്ഞാൽ അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇവിടെ ഇരുന്നിട്ട് ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചു. എന്താ ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല, ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പം ഓഡിറ്റോറിയത്തിലോട്ട് വന്നു. ഇനി ഇവിടുത്തെ പ്രോഗ്രാംസൊക്കെ കാണാം. അതുപോലെ തന്നെ സിത്താരയുടെ പാട്ടും എല്ലാം കേട്ടിട്ട് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. ഈ ഓണം എത്ര മെഗാ ഹിറ്റാക്കിയിരുന്നു. ഈ കാഞ്ചിൽ തന്നെ 3 തവണയായി തോന്നുന്നു നമ്മൾ പെർഫോം ചെയ്യണം. എല്ലാ തവണയും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഭയങ്കര ഗ്രാൻഡറിലാണ് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. ഭയങ്കര ഇത്രയും പഴക്കമുള്ളൊരു സംഘടനയാണ്. ഇത്രയും കാലം മുമ്പ് ഇത്രയും ദൂരത്ത് നിന്ന് ആളുകൾ മുഴുവൻ ഇവിടെ എത്തി അവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടെന്ന് അറിയാം. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്യാണം നെഞ്ചിലെന്ന്, എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്യാണം നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. അങ്ങനെ അപ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഇപ്പം ഒരു ഓണവും കൂടെ തീർന്നു. ഇനി കാഞ്ചിൻ്റെ ഓണത്തിന് വേണ്ടിയിട്ട് ഒരു വർഷം വെയിറ്റ് ചെയ്യണം. എല്ലാവരും അതുപോലെ തന്നെ അടുത്ത ഓണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.